ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാർ വിശേഷം? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ല ഫണ്ണി ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടെന്ന് കാണണേ. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും വാഗമണ്ണ് പോകണേ കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് വാഗമണ്ണ് പോകണമെന്ന് ഒരേ ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് സാധിച്ചത്. അപ്പോൾ ഇതെൻ്റെ ഇക്കാൻ്റെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ചേട്ടന്മാരും പിന്നെ ഭാബിമാരും പെങ്ങന്മാരും അളിയന്മാരും ഒക്കെ ആയിട്ടാണ് പോണത്. അപ്പോൾ ഇക്കേ മോനും വന്നിട്ടില്ല കേട്ടോ. ഇക്കേ മോനും വന്നിട്ട് ഇക്കാൻ്റെ വണ്ടി ടെസ്റ്റിന് ഏറ്റിരിക്കണം. അപ്പോൾ പണിയുണ്ട്. അപ്പോൾ പിന്നെ മോൻ 10ാം ക്ലാസ്സിലല്ലേ. അപ്പോൾ അവനിക്ക് കുറേ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അവനും വന്നില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മളെല്ലാവരും ഫുഡൊക്കെ റെഡിയാക്കിയിട്ടാണ് കേട്ടോ വന്നത്. രാവിലത്തെ ഉച്ചക്കത്തെ ഒക്കെ ഫുഡ് റെഡിയാക്കിയിട്ട് വണ്ടിയിൽ വെച്ചു. അവിടെ ചെല്ലണം. ഇതുപോലെ തന്നെ ഈ കയറ്റം കണ്ടത് ഇങ്ങനെ അപ്പം മലേൻ്റെ മുകളിൽ കൂടി കുറച്ച് ഭാഗത്ത് എത്തിയിട്ട് അപ്പം അങ്ങനെ റെസ്റ്റ് എടുത്താണ് പോകുന്നത്. കാരണം ഓട്ടോറിക്ഷയിലല്ലോ. അപ്പോൾ എല്ലാവരും ഓരോ വ്യൂ പോയിന്റിൽ എത്തുമ്പോൾ ഫോട്ടോ എടുക്കും. അങ്ങനെ അതേ എൻ്റെ ചേട്ടന്മാരും അളിയന്മാരൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കണം കേട്ടോ. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോൾ ഇത് ആ മലേൻ്റെ മുകളിൽ കൂടി കയറണം. അവരെ ബാക്കിൽ നിൽക്കണ മലയില്ലേ ഉണ്ടോ. അപ്പോൾ ഇതാണ് മൂത്ത ഭാബി. അപ്പോൾ ഓരോ വ്യൂ പോയിൻ്റ് എത്തുമ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുത്ത് അങ്ങനെ പോകുന്നത് കേട്ടോ. പിന്നെ അവിടെ നിന്നും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി പോന്നപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം. അപ്പോൾ പിന്നെ അവിടെ നിർത്തി. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ സൈഡൊക്കെ നോക്കി ഞാൻ കാണിച്ചു തരാം. കണ്ട ആ ഭാഗത്തൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടാ. അപ്പോൾ നമ്മൾ 3 ഓട്ടോറിക്ഷയിലാണ് കേട്ടോ വന്നേക്കണം. കണ്ടാ 3 ഓട്ടോറിക്ഷ ഓട്ടോ സ്റ്റാൻഡ് പോലെ ഇങ്ങനെ ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത്ഭുതം, നിങ്ങൾ ഓട്ടോയിലാണ് വന്നത്. അപ്പോഴേക്കും ഒരു കുതിര വന്നിട്ടുണ്ടായിരുന്നു. ആ പിക്കാൻ്റെ മൂത്ത ചേട്ടൻ്റെ കുതിരപ്പുറത്ത് കയറാൻ വേണ്ടി പോണ കേട്ടാ. കാലോടക്ക് അതടിപൊളിയാണ്. അതിനെന്താ ഫോൺ നടന്നോളുക. എന്തെന്ന് ജയൻ വേണ്ട വലിക്കറിഞ്ഞോ കഴിക്കാൻ കൊടുത്തിട്ടാണോ? സാധനം കണ്ടിട്ടാണ് അത് കഴിക്കാൻ കൊടുത്തിട്ടാണോ? അതെ, അത് കണ്ടതിന്റെ സന്തോഷം. ആ കമ്പനി മിഠായി കൊടുത്ത സന്തോഷം. അപ്പോൾ കുതിര എന്താന്ന് അറിഞ്ഞൂടെ. നമ്മളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ മര്യാദക്ക് നിന്ന കുതിര കേട്ടോ. പക്ഷേ കുതിരപ്പുറത്ത് കയറിയപ്പോൾ കുതിര ഇടറി. പിന്നെ പേടിച്ചിട്ട് പിന്നെ മലൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ കയറുമ്പോൾ ഉള്ള വ്യൂ ഞാൻ എടുത്തത് കേട്ടോ. നല്ല ഭംഗിയല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ പിന്നെ അവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു പേടിയുണ്ട് കേട്ടോ. കാരണം നല്ല വലിയ മലയല്ലേ. അപ്പോൾ നമ്മൾ വാഗമൺ ടൗണിലെത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടി നിൽക്കണേണ്.
എന്നിട്ട് വേണം പൈൻ വാലി എന്ന് പറഞ്ഞാൽ അവിടെ പോകാനായിട്ട്. അപ്പോൾ പോകുന്ന വഴിയുള്ള അതെ ഒട്ടക്കുന്ന് പോലത്തെ നല്ല ഭംഗിയല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ അവിടെയൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ കുറേ ഫോട്ടോ എടുത്ത്. പിന്നെ എനിക്കില്ലാതെ കാരണം ഞാൻ വലിയ കുറേ ഫോട്ടോ ഒന്നും ഞാൻ എടുത്തില്ല, ഞാൻ റീലൊക്കെ എടുത്തിട്ടാ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഏതായാലും അങ്ങോട്ട് കയറാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഭക്ഷണം കഴിക്കണതാണ്. അപ്പോൾ ഓരോരുത്തർ ഫ്രൈഡ് റൈസ്, ചിക്കൻ ചോറ്, കുഴിമന്തി അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും മിക്സ് ചെയ്തിട്ട് കഴിക്കണം. എല്ലാം കുറച്ചെടുത്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് എല്ലാവരും കഴിക്കണം കേട്ടോ. അപ്പോൾ ഒരു റോഡിൻ്റെ ഒരു സൈഡിലിരുന്നിട്ടാണ് പായം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ പായലിരുന്നിട്ടാണ് എല്ലാവരും കഴിക്കണം. അപ്പോൾ ഞാൻ കുഴിമന്തിയാണ് കേട്ടോ കഴിച്ചത്. എന്റെ അമ്മനെ ടിക്കറ്റ്. അപ്പം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പൈൻ വാലിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പം നല്ല തിരക്കാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആ സൈഡും ഈ സൈഡൊക്കെ ആയിട്ട് കുറേ കടകളുണ്ട് കേട്ടോ. ബാഗ്, പിന്നെ കുറേ ഇങ്ങനെ കളിക്കാൻ പറ്റിയ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങൾ, പിന്നെ ചോക്ലേറ്റ്, പിന്നെ തേയില, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും പൈൻ വാലിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഒരാൾക്ക് 30 രൂപയുടെ ടിക്കറ്റ്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല ഫ്രെയിമൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി തരും. പക്ഷെ ഒരെണ്ണത്തിന് 800 രൂപ. നമ്മൾ വിചാരിച്ചു തന്നാ വേണ്ട, അത്രയും കാശ് കൊടുത്തിട്ട് എടുക്കാനുള്ളതില്ലല്ലോ. അപ്പൊ എല്ലാരും അവരവരുടെ ഫോണിൽ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ. പുറത്ത് നല്ല വെയിലായിരുന്നു, വെയിൽ കാരണം നല്ല ചൂടായിരുന്നു. പക്ഷെ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ നല്ല കൂളിങ്. എന്താ കാറ്റാടി മരമല്ല മൊത്തം. അപ്പൊ നിറച്ചും ഈ മരങ്ങൾ തന്നെ കേട്ടോ. അതായത് നോക്കിയേ, നല്ല ഭംഗിയല്ലേ. കൊടൈക്കനാലൊക്കെ പോയ പോലെ ഒരു ഫീല്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിന്റെ ഉള്ളിൽ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ, നിറച്ചുണ്ട്. അപ്പൊ നമ്മള് കുറച്ചേരം ഇവിടേക്ക് നിന്നിട്ട് പിന്നെ അവിടെ ഒരു മുകളിലേക്ക് കയറിയിട്ട് മരങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ഇരിക്കാലാന്ന് വിചാരിച്ച് അപ്പൊ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കണാണ്. അതും മല പോലെ തന്നെ കേട്ടോ. അങ്ങനെ സൂക്ഷിച്ച് കയറണം, കാരണം പുല്ല് ഇങ്ങനെ ഉള്ള കാരണം തെന്നും. അപ്പൊ നോക്കി കയറിയില്ലെങ്കിൽ തെന്നി വീഴും. അപ്പൊ ഇവിടെ വരുന്നവരൊക്കെ ഫോട്ടോ എടുക്കലാണ് ട്ടോ പ്രധാനം. കണ്ടാ അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരുന്ന് ഫോട്ടോ എടുക്കണാണ്. അപ്പൊ നമ്മളും ഫോട്ടോ എടുക്കാലാന്ന് വിചാരിച്ച്. അപ്പൊ കേറുമ്പോ കണ്ട വേരും ഉണ്ട്, പുല്ലും ഇങ്ങനെ വീണടക്കണല്ലോ. അപ്പൊ നോക്കി കേറണം. അപ്പൊ 2 ബാബിമാരും കൂടി നോക്കി കേറണം. അപ്പൊ അവിടെ ഒരു മരം കണ്ട, അവിടെ ഇരിക്കാലാന്ന് വിചാരിച്ചു. കുറെ മരങ്ങൾ ഇങ്ങനെ വീണ് കിടക്കണ്ട് ട്ടാ. അപ്പൊ നാത്തൂനും ബാബിമാരും അവിടെ ഇരിക്കണാണ്. അപ്പൊ നമ്മൾ അറ്റം വരെ ഒന്നും പോയില്ല കേട്ടോ, കാരണം കുറെ നടക്കാനുണ്ട്. ഈ മരങ്ങൾ തന്നെയാണല്ലോ ചുറ്റും, ഈ വ്യൂ തന്നെയാണ് അങ്ങോട്ടും. അതുകൊണ്ട് അറ്റം വരെ ഒന്നും നടന്നില്ല. ഇവിടെ തന്നെ ഇരുന്ന് കുറെ ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ റീൽ ചെയ്തു കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് റീൽ ചെയ്ത ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഇടണേ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് ലൈക്ക് അടിക്കണേ കൂട്ടുകാരെ. അപ്പൊ ലൈക്ക് അടിക്കാൻ എല്ലാരും മറന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ മറക്കാതെ കുറച്ച് വീഡിയോ ആകുമ്പോ തന്നെ ഒന്ന് ലൈക്ക് അടിക്കണേ. പിന്നെ നിങ്ങൾ ലൈക്ക് അടിച്ചാലേ എന്റെ വീഡിയോ എല്ലാവരിലേക്കും എത്തുള്ളൂ. എന്നെ പെങ്ങളും അളയനിപ്പോ ഫോട്ടോ എടുക്കണാണ്. കുറെ പേര് അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇരിക്കാൻ ഒരു മരം കിട്ടിയിട്ടാ. അപ്പൊ അപ്പുറം ഇപ്പുറം ഇരിക്കണത് എന്റെ ചേട്ടത്തിമാരാണ് ട്ടാ.
അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പിന്നെ പോന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോകുന്ന വഴിയൊക്കെ തേയിലത്തോട്ടുണ്ട്. അപ്പോൾ അധികം സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല. ഓട്ടോറിക്ഷക്ക് വന്നേരം കുറച്ച് നേരം വഴിക്ക് എത്തിയപ്പോൾ അപ്പോൾ പോകുന്ന വഴി പിന്നെ ഇല്ലിക്കൽ മല അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങോട്ട് പോകണേണ്. അപ്പോൾ അവിടെ 5 മണി വരെ 5 മണി അല്ല 6 മണി വരെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവിടെ എത്തണം. കുറച്ച് വെള്ളച്ചാട്ടത്തിൽ കളിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളങ്ങോട്ട് പോകണേ കേട്ടോ. അപ്പം ഇല്ലിക്കൽ മല എത്തണതിന് മുമ്പ് തന്നെ നല്ല വാഗമണിനെക്കാട്ടിയും വലിയ മലയാണിത്. അപ്പം നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നിട്ടാണ് പിന്നെ ഓട്ടോറിക്ഷ ഓടിച്ച് അങ്ങോട്ട് കയറ്റിയത്. അപ്പം അവിടെ അടുത്തുള്ള ചേട്ടൻ പറഞ്ഞ് നിങ്ങൾക്ക് ഓട്ടോ ആയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അത്രയും വലിയ കുത്തനുള്ള മലയാണെന്ന് പറഞ്ഞ്. അപ്പം നമ്മ അവിടെ നിന്നേച്ച ആ ചേട്ടനോട് ചോദിച്ച ആ വീടിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പം അവിടെ കയറിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ അങ്ങോട്ട് പോണേണ്. വ്ളോഗർ ആയതുകൊണ്ട് ഫോൺ എപ്പോഴും കയ്യിലുണ്ടാവും. നോക്കിറങ്ങട്ടാ. അതാ ഇപ്പൊ തിന്നട്ടെ. ഇതാരാ അവിടെ കിടക്കണ പൊന്നു? എന്താണ് കുട്ടി ഉണ്ടാ? വെള്ളമുണ്ട്. ഈ മോലന്റെ മോളിൽ കയറാൻ നമുക്ക് ഇവിടെ പാലത്തിന് അല്ല ഇവിടെ ഇറങ്ങാടി. ഇവിടെ ഇറങ്ങാ. നല്ല തെളിഞ്ഞ വെള്ളം. മീനുണ്ട് മീനുണ്ട് മീനുണ്ട്. ജേടാ ആ തെളിഞ്ഞ വെള്ളമൊക്കെ ഉണ്ടാ മീന്. ആ പില്ലിക്കൽ മലന്റെ മുകളിലേക്ക് കയറിയില്ലെങ്കിലും അവിടെ നിന്ന് വന്ന വെള്ളച്ചാട്ടം തന്നെ ഇട്ടത്. അപ്പൊ നമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വെള്ളത്തിലൊക്കെ കളിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു തൂക്കുപാലുണ്ട്. ഓരോരോ കുഴി പോലെ ഉണ്ട്, അതിലും വെള്ളമുണ്ട്. ഇവിടത്തേക്ക് നല്ല വെള്ളമാണ്. ഈ കുഴി കിടക്കുന്നത് അഴുക്കുണ്ട്. പുറത്ത് നല്ല വെള്ളച്ചാട്ടമാണ്, നല്ല വെള്ളം. അപ്പൊ അവിടെ നിന്നൊക്കെ എല്ലാവരും കളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ആ തൂക്കുപാലത്തിന്റെ മുകളിൽ നിന്ന് കയറാമല്ലോ എന്ന് ഓർത്ത്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ആ സൈഡ് നിൽക്കണേട്ടാ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് നിൽക്കണം. അപ്പൊ ഈ തൂക്കുപാലത്തിന്റെ മുകളിൽ നിന്ന് കയറട്ടെ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയാന്ന് തോന്നിട്ടേക്കണം. അങ്ങനെ വല്ലിക്ക അറ്റത്ത് പോയി കണ്ടിട്ട്. അപ്പൊ ഞാൻ ഇതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അപ്പൊ നമ്മൾ വിചാരിച്ചു വെള്ളത്തിൽ കളിക്കണേ മുമ്പ് റീൽ ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ നാത്തുമാരും ചേട്ടത്തിമാരൊക്കെ ആയിട്ട് റീൽ ചെയ്യണേണ്. അപ്പൊ ആദ്യം കാണിച്ചു കൊടുക്കണേട്ട് ഇങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ കാണിച്ചെടുക്കണേണ്. അപ്പൊ നമ്മ റീൽ ചെയ്തതാണ് കേട്ടോ. അപ്പൊ റീല് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടും. അപ്പൊ എല്ലാരും കണ്ട് ലൈക്ക് ഒക്കെ ചെയ്യണം കേട്ടോ. ഇത് വെറുതെ ജസ്റ്റ് എടുത്തത് ഒന്ന് ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ. അപ്പൊ എല്ലാരും ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ നല്ല രസമാണ് അല്ലേ. അപ്പൊ ഇടക്കിടക്ക് ഇതേപോലെ ടൂറ് പോകണമെന്നുണ്ട്. പിന്നെ ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത് എല്ലാരും കൂടെ ഒരുമിച്ച് പോകണം, അല്ലാണ്ട് ഒറ്റക്കൊക്കെ പോകുമ്പോ ഒരു രസം ഉണ്ടാവില്ല. അപ്പൊ റീലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ എല്ലാരും വെള്ളത്തിലേക്ക് ഇറങ്ങിട്ടാ. എനിക്ക് പേടിയാണ്ട കൂടുതൽ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊന്നും വെള്ളത്തിൽ ഇറങ്ങിയില്ല. ജസ്റ്റ് ഒന്ന് കാലിങ്ങനെ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇരിക്കാല്ലാന്ന് വിചാരിച്ച്. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണ ഭയങ്കര പേടിയാണ്. അപ്പൊ പിള്ളേരൊക്കെ അതേ വെള്ളത്തില് കളിച്ച് നല്ല സന്തോഷത്തിലാണ് ട്ടാ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായി കൂട്ടുകാരെ? സ്കിപ്പ് ചെയ്യേണ്ട, എല്ലാവരും കാണണം കേട്ടോ.
അപ്പൊ ലെങ്ത് കൂടിയാലും നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലെങ്ത് ആയാലും ഇതന്നെ ഇടാലാന്ന് വിചാരിച്ചത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കില്ല കൂട്ടുകാരെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.